ഞാൻ ഡോക്ടർ ആശ ഗോപാൽ, സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ആങ്സൈറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ആങ്സൈറ്റി അത് ഉത്കണ്ഠ പൊതുവെ എല്ലാവരിലും കാണപ്പെടുന്ന ഒരു വികാരമാണ്. പല രീതിയിലും പല തരത്തിലുമാണ് ശരീരത്തിൽ പ്രകടമാകുന്നതെന്ന് മാത്രം. അവ്യക്തമായ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു വൈകാരിക അവസ്ഥ ഉണ്ടാകുന്നത്. സാധാരണയായി സ്ത്രീകളിലും കുട്ടികളിലുമാണ് ഇത് അധികമായി കാണാറുള്ളത്. വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയിട്ട് വരാൻ വൈകിയാൽ പരീക്ഷ എളുപ്പമായിരിക്കുമോ, ഞാൻ പഠിച്ചതൊക്കെ തന്നെ വരുമോ എന്നുള്ള ആശങ്ക. ഈ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ആശങ്ക പരീക്ഷ നന്നായി എഴുതാനേ അവരെ ഉപകരിക്കൂ. അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്ന ഒരു കാര്യം, വരാൻ പോകുന്ന ഒരു കാര്യം നെഗറ്റീവായി സംഭവിക്കുമെന്നാണ് അമിതമായ ആശങ്കയുള്ള ഒരാൾ ചിന്തിക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ എത്താൻ വൈകിയാൽ അമിതമായ ഉത്കണ്ഠയുള്ള ഒരാൾ ചിന്തിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നാണ്. അതുകൊണ്ടാണോ അയാൾ ലേറ്റ് ആകുന്നതെന്നൊക്കെ. ഈ ഉത്കണ്ഠ അധികരിച്ചു വരികയും അയാൾ നെർവസ് ആവുകയും ചെയ്യും. പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് പുറത്തു കടക്കുന്നവരെയുള്ള ആശങ്ക ആ പ്രതിസന്ധിയെ തരണം ചെയ്തതിനെ ഉപകരിക്കും. ഇത് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ആങ്സൈറ്റിയാണ്. എന്നാൽ ഈ ആശങ്ക അല്ലെങ്കിൽ ഈ ഉത്കണ്ഠ അധികരിച്ചു വരികയും അത് ദീർഘനാൾ നീണ്ടു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പല ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. ആങ്സൈറ്റി എന്നത് നെഗറ്റീവായ ഒരു ഇമാജിനേഷനാണ്. ചെറിയ ചെറിയ അസ്വസ്ഥതകൾ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് ഉപകരിക്കും. എന്നാൽ അധികമായി അധികരിച്ചു വരുന്ന അസ്വസ്ഥതകൾ നമ്മൾ തിരിച്ചറിയണം.